വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. വലിയൊരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, എന്നാലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. EN24 ചാനലിന്റെ ഭാഗമായ സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ 7ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിനോടൊപ്പം മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയും സന്തോഷവും പങ്കിടുക എന്നതാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ചാനലിന്റെ വിവിധ പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ഓരോ ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും കണ്ടറിഞ്ഞതിലൂടെയാണ് സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ആശയവുമായി ഞങ്ങൾ മുന്നിലേക്ക് വന്നത്. സ്നേഹദൂത് എന്ന ചാരിറ്റി പ്രോഗ്രാമിലൂടെ കണ്ടെത്തുന്ന സമൂഹത്തിലെ നിർദ്ധരായവർക്ക് ആവശ്യമായ ധനസഹായം, മരുന്നുകൾ, വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷണ കിറ്റുകൾ, വിവാഹ ധനസഹായം എന്നിവ കഴിഞ്ഞ 7 വർഷമായി സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തു വരികയാണ്. 350ഓളം ഓണം കിറ്റ് ഈ ഓണത്തിന് ഞങ്ങൾ നിർദ്ധരായവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ തുടക്കം എന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും ഓണക്കിറ്റ് നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യക്തിത്വം പ്രകടിപ്പിച്ചവർക്കും മാധ്യമ പ്രവർത്തന മേഖലയിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച സഹപ്രവർത്തകരെ ഈ വേദിയിൽ ആദരിക്കുന്നു. സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ മനസ്സിലോട്ട് ഓടി വന്നത് നമ്മുടെ ശിവകുമാർ സാറിന്റെയും വിജയൻ തോമസ് സാറിന്റെയും മുഖമാണ്. കാരണം ഞങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒപ്പം നിൽക്കുന്ന ഒരു ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കേൾക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്ന ഈ ഓണത്തിരക്കുകൾക്കിടയിലും ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നതിനുള്ള സന്തോഷം ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. എല്ലാവർക്കും നന്ദി. 1978 KC വഴി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് യൂത്ത് കോൺഗ്രസിലൂടെ ഉയർന്നു വന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി മികവുറ്റ രീതിയിൽ നയിച്ച ബഹുമാനപ്പെട്ട മുൻ മന്ത്രി VS ശിവകുമാർ അവരെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള എൻ്റെ സുഹൃത്ത് EN24 ന്യൂസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ രമേശ് ബീലെ, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ പ്രിയപ്പെട്ട ശ്രീ മനോജ് വാസുദേവ്, മാനേജിംഗ് ഡയറക്ടർ മഹാത്മാ ന്യൂസ്, മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ ശ്രീ വിജയൻ തോമസ്, ആശംസകൾ നേരാൻ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ സാജൻ വെള്ളൂർ, ശ്രീ രാജൻ RCC, ശ്രീ റനി രമേശ്, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവർ, ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ EN24 ന്യൂസ് എന്ന് പറയുന്ന ചാനൽ 10 വർഷം പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് EN24 ന്യൂസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനമായ സ്നേഹദൂത് അതിൻ്റെ പ്രവർത്തനങ്ങൾ 7 വർഷമായി നടന്നു വരികയാണ്. സ്ഥാപനവുമായിട്ട് എനിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ രമേശുമായി എൻ്റെ ഉദ്ഘാടന ചടങ്ങ് മുതൽ എല്ലാ വർഷവും അദ്ദേഹം എന്നെ വിളിക്കും. ഈ പരിപാടികളിൽ എല്ലാത്തിലും ഞാൻ കൃത്യമായി പങ്കുചേർന്നു. ഒരു ആത്മബന്ധമാണ് രമേശുമായിട്ട് ഈ കാര്യത്തിൽ എനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ആദ്യം വളരെ ഈ തുടക്കത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം ഈ ചാനലിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓണക്കാലത്ത് എല്ലാ വർഷവും വളരെ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിൽ ഒരു സ്നേഹദൂത് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളും
നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യമാണ്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഓണം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഇവിടെ കുറച്ച് താമസിച്ചു അത് ഞാൻ നിങ്ങളോട് എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. കുറേ അധികം പരിപാടികൾ ഉണ്ടായിരുന്നു. ജനപ്രതിനിധിയോ MLA ഒന്നും അല്ലായിരുന്നാൽ പോലും കുറേ ആളുകൾ ഇതുപോലെ നമ്മുടെ പല പരിപാടികളും ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് കുറച്ച് താമസിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ചാരിറ്റബിൾ ആയിട്ടുള്ള പ്രവർത്തനം, സാമൂഹിക പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഓണക്കാലം എന്നുള്ളതാണ്. ഓണം നൽകുന്ന മഹത്തായ ഒരു സന്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യരെല്ലാം തുല്യരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓണം മഹോത്സവം. അത് നാടിലെമ്പാടും വലിയൊരു ഉത്സവമായി. മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഓണമുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എവിടെയും എല്ലാ പ്രദേശങ്ങളിലും ഓണാഘോഷം. ഇപ്പോഴൊക്കെ ഞങ്ങളൊക്കെ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ ആശംസകൾ. ഇന്നലെ മെക്സിക്കോയിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഓണം സംഘടിപ്പിക്കുകയാണ്, ഒരു ആശംസ പറയണമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും മലയാളികളുള്ള പ്രദേശങ്ങളിലൊക്കെ ഓണം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ഓർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് അതിന് ഓണം ആഘോഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള കിറ്റുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ അവരുടേതായ മേഖലകളിൽ മികച്ച സംഭാവനകൾ കാഴ്ചവെച്ച അവർക്ക് അവാർഡുകളുമൊക്കെ വിതരണം ചെയ്യുന്ന ഈ ചടങ്ങാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത, ഇതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം കൂടെ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. കാരണം ശ്രീ സ്നേഹദൂത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. പാവപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നതിന്, അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിന് ഇതുപോലെയുള്ള സംഘടനകളുടെ കൂട്ടായ ഒരു ഒത്തുചേരലാണ് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് പലപ്പോഴും കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രസ്ഥാനം എന്നുള്ളത് ചെറിയ പ്രസ്ഥാനമായ വലുതായിരുന്നാലും കേരളത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു മനസ്സോടു കൂടിയാണ് ശ്രീ രമേശിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. മാധ്യമ രംഗത്ത് പഴയ കാലഘട്ടമല്ല ഇപ്പോൾ നമുക്കുള്ളത്. പണ്ടാണെങ്കിൽ ഇവിടെ എൻ്റെ സുഹൃത്ത് മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആ കാലഘട്ടത്തിൽ ഞാൻ MBA ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒരു വാർത്ത കൊടുത്താൽ ആ വാർത്ത വരും, അത് പിറ്റേ ദിവസമാണ് കണ്ട് വായിക്കും. ഇപ്പോൾ അതാണ് ലോകത്തോടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോഴും ആളുകൾ അറിയുന്നു. പത്രമാധ്യമങ്ങൾ, ഓൺലൈൻ ന്യൂസുകളല്ല, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയാസ്, എത്ര മാറ്റങ്ങളുണ്ടായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതിലേക്ക് വേണ്ടി കൂടെയാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. അവരെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു.